ഇവൻ ആള് മെലിഞ്ഞു പോയല്ലോ. ഇവനാകെ അമ്പരം നിൽക്കുക. ഒത്തിരി കൊല്ലം കൂടിയിട്ട് കാണുന്നതല്ലേ. കവലയില് കുഞ്ഞന്നായുടെ കടയിൽ വന്ന് തിരക്കുമ്പോഴാ കണ്ടത്. കണ്ട ഉടനെ ഞങ്ങള് കസ്റ്റഡിയിലെടുത്തു. ഓ, യാത്ര ചെയ്ത് വലഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ? താങ്ക് യു. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. ഓ, താങ്ക്സ് വേണ്ട, ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. ആ പിന്നെ ടാക്സിന്റെ കാശ് കൊടുത്തിട്ടോ. ഓക്കെ, സമാധാനായി. നീ പൊട്ടി ബാഗൊക്കെ ഒന്ന് എടുത്താട്ടെ. പിടിച്ചോ. ഡോക്ടർ പശുപതി. ഈ നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഭൈരവാ. ദേ നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ആരുടെ പിണ്ടം വെക്കാനെ നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തുക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജയിലിൽ നിന്ന് വരവ്? അതെ, കണ്ണൂരിന്ന്. എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ കഴുമരത്തുമ്പോ കെട്ടി ഞാൻ ചത്തിട്ടുണ്ട് എഴുന്നില്ലേ പോരായിരുന്നോ? അതേടാ, കട്ടുമോട്ടിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു. ഇപ്പൊ എനിക്കൊരു മൂടുറച്ചു നായപ്പോ ഈ പഴയ ചങ്ങാതിയെ വേണ്ടടാ. ഓ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ രണ്ടാ. ഞാൻ ഡോക്ടർ പശുപതി, നീ പഴയ കമ്പിയോളപ്പ് വേലായുധൻ. നിനക്ക് പോവാ. എടാ ഭൈരവ, പേട്ടു വേലായുധ, ഒന്ന് പതുക്കെ പറ. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. നിനക്ക് ഈ കള്ളവേഷം കെട്ടി ആരും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനും ഇവിടെ അങ്ങ് കൂടുക, നിന്റെ അമ്മാവനായിട്ട്. അവകാശം പറഞ്ഞു വന്നിരിക്കുന്ന അമ്മാവൻ തെണ്ടി. ഞാനിവിടെ സമാധാനമായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? മര്യാദക്കൊണ്ട് പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ കൊടുത്തു. എന്താണ്? വേണ്ട വൈരവാ, വേണ്ട, അടങ്ങിക്കോ. മുട്ടുംകാലം അടക്കി ഞാൻ ഇടിക്കും. നിന്റെ ശരീരം കേടി എന്താ അമ്മാവനും മരുമോനും കൂടുകൂടൂ. വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം മൂത്തലിക്കാനായിട്ട് ഒരു കളി ഒറ്റടി ചെറുപ്പാണ്. നമ്മളിപ്പോഴും ചെറുപ്പാണെന്ന് അവരൊക്കെ വിചാരേ. അല്ല, അപ്പൊ ആളെ മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ. ആ സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ട് നാളുകാര് പറഞ്ഞു. വേഷം കണ്ടപ്പോ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും ആളെന്ന്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഈ അമ്മാവനാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോരെന്ന് വിചാരിച്ചു വന്നതാ. തിരിക്കായി ഇല്ലേ അമ്മാവ? മടക്കയാത്ര ഉടനെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം മരുമോനോട് താമസിച്ചിട്ട് പോയാ പോരെ? ഏയ് പറ്റില്ല, വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉള്ള ആളാ. ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതാ ഇവൻ. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത്. പിന്നെ തിരക്കുണ്ട്. സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, വല്ലതൊക്കെ സംസാരിച്ചിരിക്കാം. ഞാൻ ഒരു ദിവസം എടുത്തോണ്ട് വരാം. ആട്ടെ. ഓക്കെ. പട്ടി നിന്നെ ഞാൻ പിന്നെ നാളെ ഞാൻ ഉണ്ടാവില്ല. പഞ്ചായത്ത് മീറ്റിംഗ് മറ്റന്നാളോ അതിന്റെ പിറ്റേന്നാളോ. വഴി സംശയമുണ്ട് ഡോക്ടറോട് ചോദിച്ചാൽ മതി. ഞാൻ കൊണ്ടുവന്നതാ അവിടെ. പിന്നെ ഇപ്പൊ വേണ്ട. ശരിട്ടാ.